ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. നമ്മുടെ പിന്നെ ചോറാണെങ്കിൽ റൈസ് കുക്കറിനകത്തോട്ടങ്ങ് എല്ലാം കൂടെ അങ്ങ് തിളപ്പിച്ചെടുത്തങ്ങ് വെച്ച് കേട്ടോ. കാരണം ഇന്ന് വെളിയിലിട്ട് കഞ്ഞിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റൈസ് കുക്കറിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചോറൊക്കെ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് കുറേ പേര് വെച്ചിട്ടുണ്ട്. ആവി കയറ്റുന്നത് എങ്ങനെയാണത്, അര ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് കലത്തിനകത്തോട്ട് ഒഴിക്കാം. അലൂമിനിയം പാത്രത്തിലും കാണാം. എന്നിട്ട് അതിനകത്തോട്ട് ചോറ് നിറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ആവി വരുന്ന സമയത്ത് അതൊന്ന് അടപ്പൊന്ന് മാറ്റുമ്പം ഇങ്ങനെ പൊട്ട് ശബ്ദം കേൾക്കുമല്ലേ, അത് കുടഞ്ഞിട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇന്നലെ കുറേ വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഒരു മാസത്തേക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അതെല്ലാം ഇട്ട് എല്ലാം വൃത്തിയാക്കിയെല്ലാം വെച്ച്. പിന്നെ കുറേ കിളിമീനുണ്ടായിരുന്നു കേട്ടോ. ആ കിളിമീനൊക്കെയാണ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ട് അതങ്ങ് കുടംപുളിയൊക്കെ ഇട്ട് മുളകിട്ട് കറി വെച്ച് കേട്ടോ. മുളക് കറി വെച്ച്. നമ്മുടെ നാട്ടിൽ മുളക് കറി എന്ന് പറയും, ഇവിടെ എന്തൊക്കെ മീൻ കുഴമ്പൊക്കെ അങ്ങ് വെച്ചേട്ടാ. പിന്നെ ആണെങ്കിൽ കുറച്ച് ചൂട് ഇരിപ്പുണ്ടായിരുന്നേ. ആ ചൂട് എല്ലാം കൂടെ എടുത്ത് ഒത്തിരി ഒന്നുമില്ലായിരുന്നു. ഇന്നലെ വാർത്തയുടെ ബാലൻസ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വൃത്തിയും സെറ്റാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചേ ഉള്ളായിരുന്നു. കാരണം എനിക്ക് മാത്രം കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ചേട്ടനൊന്നും ചൂട് വറുത്തിയൊന്നും കഴിക്കത്തൊന്നുമില്ല. മോനും പിന്നെ ഇപ്പം കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ആദ്യം ഞാനങ്ങ് പൊരിച്ച് ഒക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ ചൂടയും പൊരിച്ച് വെച്ച്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ട് നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഉപ്പിടുന്നത് കൈ കൊണ്ടാണ് കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും ഞാൻ അങ്ങനെ ഉപ്പിടത്തില്ല. എനിക്കാണെങ്കിൽ നല്ല തിട്ടമാണ് കൈ കൊണ്ടൊക്കെ ഉപ്പിട്ട് ഒരു ശീലമായിപ്പോയി. എന്തോ എനിക്ക് അങ്ങനെ ആയിപ്പോയി. നല്ല പണ്ടൊക്കെ സ്പൂൺ വെച്ച് ഇങ്ങനെ അളന്ന് നോക്കി. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം വെക്കാനെല്ലാം നല്ലവണ്ണം എക്സ്പീരിയൻസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കൈകൊണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് തന്നെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെയാണ് ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ. പാട്ടും കേട്ട് അതുപോലെ നിന്നും അത്യാവശ്യം നമ്മുടെ വാർത്തയ്ക്കകത്തെല്ലാം സജീവമായിട്ട് ഗ്രീഷ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ അതെല്ലാം കേട്ടിട്ടായിരുന്നു ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ജോലിയെല്ലാം ചെയ്തത്. പെട്ടെന്ന് ജോലിയൊക്കെ അങ്ങ് ഒതുങ്ങിയിട്ട് പിന്നെ കുറച്ച് അവിയൽ പോലെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് അവിയലിനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. കുക്കറിനകത്തോട്ട് അവിയലിനുള്ള അരപ്പെല്ലാം എടുത്ത് വെച്ച് ഇച്ചിരി വെള്ളവും ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് 2 അടി അടിക്കുമ്പോഴത്തേക്ക് അവിയൽ റെഡിയായി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വെക്കുമ്പോഴത്തേക്ക് അവിയൽ സെറ്റായി. അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട്, മീൻ കറി ആയിട്ടുണ്ട്, മീൻ വറുത്തതും ആയിട്ടുണ്ട്, അവിയലും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.